ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ economics.com. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫിഷേഴ്സ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് ഇർവിംഗ് ഫിഷർ. ഇർവിംഗ് ഫിഷർ എന്ന ഇക്കോണമിസ്റ്റാണ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന ആശയം കൊണ്ടുവന്നത്. The equation of exchange says that, by definition, expenditures on final goods per period must equal receipts. അതായത് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താണ് പറയുന്നത്? ഓരോ പീരീഡിലും ഫൈനൽ ഗുഡ്സിൻ്റെ എക്സ്പെൻഡിച്ചറും റിസീപ്റ്റും ഈക്വൽ ആയിരിക്കും. ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എം വി ഇസ് ഈക്വൽ ടു പി ടി. എം വി സമം പി ടി എന്നതാണ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഇനി അതിലെ ഓരോ ടേംസും എന്താണ് എന്ന് നോക്കാം. എം ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി, അതായത് സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം പണത്തിൻ്റെ അളവാണ് എം സൂചിപ്പിക്കുന്നത്. വി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, പണത്തിൻ്റെ വെലോസിറ്റി ഓഫ് സർക്കുലേഷനെയാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ? ഒരു യൂണിറ്റ് പണം സമ്പദ് വ്യവസ്ഥയിൽ എത്ര പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നതിനെയാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ദെൻ പി ഈസ് ഈക്വൽ ടു ജനറൽ പ്രൈസ് ലെവൽ, പൊതുവില നിലവാരത്തെയാണ് പി സൂചിപ്പിക്കുന്നത്. ആൻഡ് ടി ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി ഇയർ. ഒരു വർഷത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് ടി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സമവാക്യത്തിന് രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗം എം വി, ലെഫ്റ്റ് സൈഡിൽ എം വി എന്നും റൈറ്റ് സൈഡിൽ പി ടി എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് എം വി സൂചിപ്പിക്കുന്നത്? എം വി ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം ചെലവാണ് എം വി. ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ പി ടി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റെസിപ്റ്റ് ഫ്രം ദ സെയിൽ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി റൈറ്റ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന പി ടി എന്നുള്ള പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ടോട്ടൽ റെസിപ്റ്റിനെയാണ് പി ടി കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഐഡൻറ്റിറ്റി ആൻഡ് ദസ് എ ട്രൂയിസം സിൻസ് ഫോർ എനി ഗിവൺ പീരീഡ് മണി പേയ്മെൻറ്റ്സ് മസ്റ്റ് ഈക്വൽ മണി റെസിപ്റ്റ്സ്. ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അതിലെന്താണ് പറയുന്നത്? മണി പേയ്മെൻറ്റ് എപ്പോഴും മണി റെസിപ്റ്റിന് ഈക്വൽ ആയിരിക്കും. പേയ്മെൻറ്റും റെസിപ്റ്റും ഈക്വൽ ആയിരിക്കുമെന്നാണ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതിനെയാണ് മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് അങ്ങനത്തെ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്ന് നോക്കാം. In the original equation of exchange developed by Irving Fisher, M represented only primary money or currency money. ഫിഷറിൻ്റെ ആദ്യത്തെ സമവാക്യത്തിൽ എം എന്ന് പറയുമ്പോൾ അതിൽ പ്രൈമറി മണി മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പ്രൈമറി മണി അല്ലെങ്കിൽ കറൻസി മണി. അപ്പോൾ എന്താണ് പ്രൈമറി മണി? പ്രൈമറി മണി റെഫേഴ്സ് ടു കറൻസി നോട്ട്സ് ആൻഡ് കോയിൻസ്. കറൻസി നോട്ട്സിനെയും കോയിൻസിനെയുമാണ് പ്രൈമറി മണി എന്ന് പറയുന്നത്. In addition to primary money, money in a modern economy includes demand deposits of banks or credit money. പക്ഷേ ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ പണം എന്ന് പറയുമ്പോൾ അതിൽ കറൻസി നോട്ട്സും കോയിൻസും മാത്രമല്ല ഉൾപ്പെടുന്നത്. പിന്നെ എന്തൊക്കെ വരും? ബാങ്കുകളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റും അതുപോലെ ക്രെഡിറ്റ് മണിയും ഉൾപ്പെടുന്നുണ്ട്. The growing importance of bank deposits or credit money induced Fisher to extend his equation of exchange. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെയും ക്രെഡിറ്റ് മണിയുടെയും പ്രാധാന്യം വർദ്ധിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിഷർ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിനെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സോ ദ എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് വാസ് റെപ്രസെൻറ്റഡ് ബൈ ഫിഷർ ആസ് ഫോളോസ്. ഇനി ആ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള രൂപത്തിൽ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ഇസ് ഈക്വൽ ടു പി ടി. ഇതാണ് മോഡിഫൈഡ് ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. വെർ എം ഈക്വൽ ടു പ്രൈമറി മണി. എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രൈമറി മണി അല്ലെങ്കിൽ കറൻസി മണിയാണ്. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. പണത്തിൻ്റെ വെലോസിറ്റി ഓഫ് സർക്കുലേഷനെയാണ് വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം ഡാഷ് ഈക്വൽ ടു ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ബാങ്ക്സ് ഓർ ക്രെഡിറ്റ് മണി. എം ഡാഷ് എന്താണ്? ബാങ്കുകളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മണി.
വി ഡാഷ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് ക്രെഡിറ്റ് മണി. ക്രെഡിറ്റ് മണിയുടെ വെലോസിറ്റി ഓഫ് സർക്കുലേഷനെയാണ് വി ഡാഷ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ പി ഈസ് ഈക്വൽ ടു പ്രൈസ് ലെവൽ, ടി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ട്രേഡ് അല്ലെങ്കിൽ മൊത്തം വ്യാപാരം. അടുത്ത ടോപ്പിക്കാണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. In the classical theory, the relation between changes in the money supply and changes in the price level is direct and strictly proportional. ക്ലാസിക്കൽ തിയറി പ്രകാരം മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റവും പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് ആണ്, ആനുപാതികമാണ്. പ്രൊപ്പോർഷണൽ മീൻസ് ആനുപാതികം. അതായത് മണി സപ്ലൈ കൂടുകയാണെങ്കിൽ പ്രൈസ് ലെവൽ കൂടുന്നു, മണി സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് ലെവൽ കുറയുന്നു. ദിസ് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദ പ്രൈസ് ലെവൽ ഈസ് മെയ്ഡ് എ ഫങ്ഷൻ ഓഫ് മണി സപ്ലൈ ഈസ് നോൺ ആസ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് മണി സപ്ലൈയുടെ ഒരു ഫംഗ്ഷനാണ്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി വാസ് ഫസ്റ്റ് പ്രൊപ്പൗണ്ടഡ് ബൈ ബെർണാഡോ ദവാൻസാത്തി. ഇനി ആ ഒരു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്? ബെർണാഡോ ദവാൻസാത്തി എന്ന് പറയുന്നൊരു ഇക്കോണമിസ്റ്റാണ്. There are two versions of quantity theory of money. They are the cash transaction approach and the cash balance approach. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്ക് പ്രധാനമായും രണ്ട് വേർഷൻസ് ആണുള്ളത്. ഒന്നാമത്തെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച്, രണ്ടാമത്തെയാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ച്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് എന്നുകൂടി നോക്കാം. അപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇർവിംഗ് ഫിഷറുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു തിയറി വിശദീകരിക്കുന്നത്. The centerpiece of quantity theory of money is the equation of exchange developed by Irving Fisher. ഇർവിംഗ് ഫിഷർ വികസിപ്പിച്ചിട്ടുള്ള ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത്. ഫിഷർ ഫോക്കസ്ഡ് അറ്റൻഷൻ ഓൺ ദ റീസൺ വൈ പീപ്പിൾ സ്പെൻഡ് മണി. ഫിഷർ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ പണം ചെലവഴിക്കുന്നത്? ആ ഒരു ഭാഗത്തിനാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നൽകിയത്. Thus, his theory is also known as transaction velocity approach to the quantity theory of money. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആ പേരെന്താണ്? ട്രാൻസാക്ഷൻസ് വെലോസിറ്റി അപ്രോച്ച് ടു ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. The role of money in the theory is medium of exchange. ഇപ്പോൾ ഫിഷറിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ പണത്തിൻ്റെ റോൾ എന്തുമാത്രമാണ്? ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, വിനിമയ മാധ്യമം. എന്താണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള ഒരു മാധ്യമമായിട്ട് പണത്തിനെ ഉപയോഗിക്കുന്നു. The equation of exchange MV is equal to PT developed by Fisher can be converted into the quantity theory of money based on the assumption that V and T are stable in the short run and P is passive. ഇനി ഫിഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റണം? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ കൺവേർഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അസംഷൻ എന്താണ്? ഷോർട്ട് റണ്ണിൽ വിയും ടിയും സ്റ്റേബിളാണ്. ഹ്രസ്വകാലയളവിൽ വിയും ടിയും സ്ഥിരമാണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണി, ടി എന്ന് പറയുന്നത് വോളിയം ഓഫ് ട്രേഡ്. അത് രണ്ടും സ്ഥിരമാക്കി നിർത്തുന്നു. ആൻഡ് പി ഈസ് പാസീവ്. പി എന്താണ്? പ്രൈസ് ലെവൽ പാസീവ് ആണ് അല്ലെങ്കിൽ നിഷ്ക്രിയമാണ്. സോ ഇൻ ദ ഇക്വേഷൻ വി ഈസ് ദ ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് മണി. വി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് മണി ഈസ് ദ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് പീപ്പിൾ സ്പെൻഡ് ദയർ മണി. അപ്പോൾ ജനങ്ങൾ അവരുടെ പണം ചെലവഴിക്കുന്നതിൻ്റെ ശരാശരി നിരക്കിനെയാണ് വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത്. ഓർ ദ ആവറേജ് നമ്പർ ഓഫ് ടൈംസ് ഈച്ച് യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഓർ ദ സ്പീഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ കൺസ്ട്രെയിൻഡ് ബൈ സൊസൈറ്റീസ് ഫിസിക്കൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മണി, സ്പെൻഡിംഗ് ഹാബിറ്റ്സ് ആൻഡ് ദി പേയ്മെൻറ്റ് മെക്കാനിസം. അതായത് ഈ ട്രാൻസാക്ഷൻ്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വെലോസിറ്റിയുടെ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് ട്രാൻസ്പോർട്ടിംഗ് മണി, സൊസൈറ്റീസ് ഫിസിക്കൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മണി, പണത്തിനൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഫിസിക്കൽ മീൻസ് എന്തൊക്കെയാണ്? ഭൗതികമായ സാഹചര്യങ്ങൾ. സ്പെൻഡിങ് ഹാബിറ്റ്സ്, അതായത് നമ്മുടെ ചെലവഴിക്കുന്നതിലുള്ള ശീലങ്ങൾ. ആൻഡ് ദി പേയ്മെൻറ്റ് മെക്കാനിസം, പണം നൽകുന്നതിനുള്ള മെക്കാനിസം എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് വെലോസിറ്റി
ഇതുമായി ബന്ധപ്പെട്ട കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ദീസ് വേരിയബിൾസ് ഓൺ വി ഈസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. പക്ഷേ ഈ ഒരു 3 ഘടകങ്ങളുടെ എഫക്റ്റ് എന്താണ്? ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആയിരിക്കും. അത് വെലോസിറ്റീനെ കാര്യമായിട്ട് ബാധിക്കില്ല. അത് സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദസ് ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അസ്യൂംഡ് വി ആസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ വീനെ എന്താണ് പരിഗണിക്കുന്നത്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇറ്റ് വാസ് ഓൾസോ അസ്യൂംഡ് ദാറ്റ് വെലോസിറ്റി ആൻഡ് മണി വർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൺ അനദർ. അതേപോലെ തന്നെ വെലോസിറ്റിയും മണിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അതായത് ദ ചേഞ്ചസ് ഇൻ വി ആർ നോട്ട് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ എം. അതായത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല വിയിൽ മാറ്റമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വതന്ത്ര ചരങ്ങളായിട്ട് പരിഗണിക്കുന്നത്. ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടും ആശ്രിതമായിരിക്കും. എമ്മിൽ മാറ്റം ഉണ്ടാകുമ്പോൾ വിയിൽ മാറ്റം വരുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. എമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതിനെ സ്വാധീനിക്കില്ല? വിനെ ബാധിക്കില്ല. അതായത് മണി സപ്ലൈ മാറുകയാണെങ്കിൽ വെലോസിറ്റിയിൽ മാറ്റം വരില്ല എന്നാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പറയുന്നത്. ദ ക്ലാസിക്കൽ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ തിയറി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇൻ സച്ച് ആൻ ഇക്കോണമി ദ ലേബർ ഫോഴ്സ് വർക്ക്സ് വിത്ത് എ ഫിക്സഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഗിവൺ പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പോൾ അത്തരം ഫുൾ എംപ്ലോയ്മെൻറ്റ് നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലേബർ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് ഫിക്സഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക്, ഒരു ഉൽപ്പാദന സാങ്കേതിക വിദ്യയും ഉണ്ടായിരിക്കും. ആ ഒരു ഉൽപ്പാദന സാങ്കേതിക വിദ്യയും ക്യാപിറ്റലിൻ്റെ ഒരു നിശ്ചിത സ്റ്റോക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ലേബേഴ്സ് വർക്ക് ചെയ്യുന്നത്. ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റിന് അനുസരിച്ച് വരുന്ന ആ ഒരു ഔട്ട്പുട്ടിൻ്റെ വോളിയം അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ അളവും ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആണ്. ദസ് ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് ടിയും കോൺസ്റ്റൻ്റ് ആണ്. The assumption that P is passive means that P depends on changes in M. ഇവിടെ P പാസീവ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് പിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിക്ക് സ്വന്തമായിട്ട് മാറാൻ കഴിയില്ല. എം അതായത് മണി സപ്ലൈയിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഇതിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ? പ്രൈസ് ലെവലിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഗിവൺ ദീസ് അസംഷൻസ് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എം മസ്റ്റ് ലീഡ് ടു പ്രൊപ്പോർഷണൽ റൈസ് ഓർ ഫോൾ ഇൻ പി. അപ്പോൾ ഈ ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിൽ മണി സപ്ലൈ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് പ്രൈസ് ലെവൽ കൂടും. മണി സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് ലെവൽ കുറയും. സോ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൈസ് ലെവൽ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് മണി. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ എന്താണ് പറയുന്നത്? പ്രൈസ് ലെവൽ ക്വാണ്ടിറ്റി ഓഫ് മണിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയിലെ പ്രൈസ് ലെവൽ അതായത് വില നിലവാരം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണത്തിൻ്റെ അളവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ഡബിൾഡ് ദ പ്രൈസ് ലെവൽ വിൽ ആൾസോ ഡബിൾ ആൻഡ് ദ വാല്യൂ ഓഫ് മണി വിൽ ബി 1/2. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് ഡബിൾ ആവുകയാണെങ്കിൽ, ഇരട്ടിയാവുകയാണെങ്കിൽ പ്രൈസ് ലെവലും ഇരട്ടിയായിരിക്കും. പക്ഷേ അവിടെ എന്ത് കുറയുന്നുണ്ട്? പണത്തിൻ്റെ മൂല്യം പകുതിയായിട്ട് കുറയുന്നു, 1/2 ആയിട്ട് കുറയുന്നു. ഓൺ ദി other hand, if the quantity of money reduced by 1/2, the price level also be reduced by 1/2 and the value of money will be twice. ഇനി പണത്തിൻ്റെ അളവ് 1/2 ആയിട്ട് കുറയുകയാണെങ്കിൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? പ്രൈസ് ലെവൽ 1/2 ആയിട്ട് കുറയും. പക്ഷേ പണത്തിൻ്റെ മൂല്യം ഡബിളായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. The practical implication of quantity theory of money is that the appropriate cure for inflation is a reduction in the quantity of money and the appropriate policy during deflation is to increase the money supply. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ, പ്രായോഗികത എന്ന് പറഞ്ഞത് എന്താണ്? 2 സാഹചര്യം പറയുന്നുണ്ട്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. സമ്പദ് വ്യവസ്ഥയിൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും. അപ്പോൾ ഇൻഫ്ലേഷന് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം കുറയ്ക്കുന്നതിന് വേണ്ടി പണത്തിൻ്റെ അളവ് കുറയ്ക്കണം. പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലേഷനെ പ്രതിരോധിക്കാൻ കഴിയും. അതുപോലെ ഡീഫ്ലേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ മണി സപ്ലൈ
മൂല്യങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇൻ ഷോർട്ട്, ദ സെൻട്രൽ ബാങ്ക് ക്യാൻ കൺട്രോൾ മൂവ്മെൻറ്റ് ഇൻ ദി പ്രൈസ് ലെവൽ ബൈ കൺട്രോളിങ് മൂവ്മെൻറ്റ് ഇൻ ദി മണി സപ്ലൈ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മണി സപ്ലൈ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ ആ സെൻട്രൽ ബാങ്കിനെ മണി സപ്ലൈയിലുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് പ്രൈസ് ലെവലിലെ മൂവ്മെൻറ്റുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.